നല്ല മഴയാട്ടോ. നമ്മളിപ്പോൾ ദൃശ്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല മഴയാണ്. പാൽഘർ, താനെ, പൂനെ, അതേപോലെ രത്നഗിരി, ഇവിടെയൊക്കെ 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാന്ദ്ര വെസ്റ്റിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. അനേന സതീഷ് വിവരങ്ങളുമായി ചേർന്നു. അനേന, ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. മരങ്ങൾ കടപുഴകി വീഴുന്നു, റോഡ് ഇടിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? എന്താണ് ഈ സംസ്ഥാനത്തെ മുന്നൊരുക്കം? എങ്ങനെയാണ് മഴയെ നേരിടാൻ? സേതു, തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളമാണ് അവിടെ മഴ തുടരുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. കനത്ത മഴ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മുംബൈയിലുള്ളത്. ഈ പാൽഘർ, താനെ, പൂനെ, രത്നഗിരി ഉൾപ്പെടെ 6 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മരങ്ങൾ കടപുഴകി വീണും ഈ വെള്ളപ്പൊക്കം രൂക്ഷമായും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രധാന നഗരങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലായൊരു സ്ഥിതി തന്നെയാണ് നിലവിലുമുള്ളത്. ഈ ബാന്ദ്ര വെസ്റ്റിലെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഒരു അപകടമുണ്ടായിരിക്കുന്നു. ഈ അപകടത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടമായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജനങ്ങൾ എന്തായാലും അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നൊരു മുന്നറിയിപ്പാണ് കോർപ്പറേഷൻ നൽകുന്നത്. കാരണം ഈ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിലായി മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. കാറിന് മുകളിലേക്ക് ഇതിനോടകം തന്നെ 5 കാറുകളാണ് ഈ മരം കടപുഴകി വീണ് തകർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം തന്നെ തുടരുമെന്നാണ് ഈ കോർപ്പറേഷൻ അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമല്ലെങ്കിൽ ഈ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോർപ്പറേഷൻ നൽകുന്നത്. അതുപോലെ തന്നെ ഈ വേലിയേറ്റം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. 4.19 മീറ്റർ ഉയരത്തിൽ വേലിയേറ്റവും ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ തീരദേശ പ്രദേശങ്ങളിലുള്ള ആളുകളോടൊക്കെ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കനത്ത മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിളിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുമുണ്ട്. മുംബൈയിലെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 250 മുതൽ 300 മില്ലിമീറ്റർ മഴ ലഭിച്ചതായാണ് അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വിക്രോളിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ നഗരത്തിലൂടെ ഒഴുകുന്ന മീട്ടി നദി കര കവിഞ്ഞേക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി, ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാന നഗരങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുകയും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ അവിടെയുള്ളത്. സേതു. Okay.